നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. RSS പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മുൻപ് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തു. കേന്ദ്ര പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ മന്ത്രാലയത്തിന് കീഴിലെ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ് പുതിയ ഉത്തരവിറക്കിയത്. 1966 കോൺഗ്രസ് സർക്കാർ ഉത്തരവിലൂടെ പ്രഖ്യാപിച്ച വിലക്കാണ് നീക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ RSS സ്വാഗതം ചെയ്തു. 1966 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് വിലക്കിയത്. 1970-ലും 1980-ലും ഈ ഉത്തരവ് പരിഷ്കരിച്ചെങ്കിലും വിലക്ക് നീക്കിയില്ല. രാഷ്ട്രീയ താൽപര്യങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന വിലക്കാണ് 58 വർഷത്തിനു ശേഷം മൂന്നാം മോദി സർക്കാർ നീക്കം ചെയ്തത്. 1966 നവംബർ 30, 1970 ജൂലൈ 25, 1980 ഒക്ടോബർ 28 ദിവസങ്ങളിലെ ഉത്തരവുകൾ അവലോകനം ചെയ്യുകയും അവയിൽ നിന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പരാമർശം നീക്കിയതായും കേന്ദ്ര ഉത്തരവിൽ പറയുന്നു. പുതിയ ഉത്തരവ് പ്രകാരം ജീവനക്കാർക്ക് RSS പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രമായി പങ്കെടുക്കാം. കോൺഗ്രസ് സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് നരേന്ദ്രമോദി സർക്കാർ പിൻവലിച്ചതായി BJP IT സെൽ മേധാവി അമിത് മാളവിയ എക്സിൽ കുറിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. RSS പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിന് സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ഉചിതവും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതുമാണ് എന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ പറഞ്ഞു. സംഘത്തിൻ്റെത് തീർത്തും ഭാവാത്മകമായ പ്രവർത്തനമാണ്. 99 വർഷമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം സമാജ സേവനത്തിലൂന്നിയ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ സുരക്ഷ, ഐക്യം, അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കുന്നതിലും പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലുമൊക്കെ സമാജത്തെ ചേർത്തുപിടിച്ച് സംഘം നടത്തിയ പരിശ്രമങ്ങൾ അതാത് കാലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ നേതൃത്വം വഹിച്ചവരുടെ പ്രശംസയ്ക്ക് കാരണമായിട്ടുണ്ട്. രചനാത്മകമായ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൽ സർക്കാർ ജീവനക്കാർക്ക് സ്വാർത്ഥ രാഷ്ട്രീയ താൽപര്യങ്ങൾ മൂലം ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനമാണ് ഇപ്പോഴത്തെ സർക്കാർ നീക്കിയത്. ഈ തീരുമാനം സമുചിതമാണ് എന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു.